പാർട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വഴിക്കായിട്ട് കുറേ കാലമായി. അത് ഈ സമ്മേളനത്തിന് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ എതിർക്കുന്നവരൊക്കെ ഒരു വശത്തേക്ക് മാറി തുടങ്ങുന്നതൊക്കെ നമ്മൾ കുറേ കാലമായി കാണുന്നതുമാണ്. അപ്പോൾ അതൊരു പുതിയ കാര്യമായി ഞാൻ കരുതുന്നില്ല. ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ലാത്ത തരത്തിൽ അങ്ങനെ ഒരു സർവശക്തൻ ഇമേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടും കുറച്ചു കാലമായി. തുടർ ഭരണത്തിലേക്ക് വന്നപ്പോൾ തന്നെ അത് അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റിയും അതിൽ നമ്മൾ കാണേണ്ട കാര്യമുണ്ട്. കാരണം ക്യാപ്റ്റൻ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ലാതെ ആ പാർട്ടിയിൽ മറ്റാരെയാണ് വിളിക്കുക? അങ്ങനെ പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കുന്ന മറ്റൊരു നേതാവ് വി എസ് അച്യുതാനന്ദൻ പോയതോടെ മറ്റൊരു നേതാവില്ല. വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ എങ്കിലും ഒരാൾ ഉണ്ടായിരുന്നത്. പിന്നെ ഉയർന്നു വരേണ്ട ആൾ പി ജയരാജനാണ്. പി ജയരാജൻ നോക്കൂ, കമ്മിറ്റിയിൽ പോലും എത്തുന്നില്ല. അപ്പോൾ പിന്നെ പിണറായി വിജയന് പകരം അങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ അതുപോലെ പാർട്ടിയെ നയിക്കാൻ കഴിയുന്ന മറ്റൊരാൾ എന്നൊരു ഓപ്ഷൻ ഇല്ലാതായി വരുമ്പോഴേക്കും നമ്മൾ അവൈലബിൾ ബെസ്റ്റിലേക്ക് പോകും. ഇപ്പോൾ CPI-നെ സംബന്ധിച്ചിടത്തോളം അവൈലബിൾ ബെസ്റ്റ് എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ വഴിയിലേക്ക് പാർട്ടി വരുന്നത്. മാത്രമല്ല, പിണറായി വിജയനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പിണറായി വിജയൻ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാത്ത ഒരു നേതാവാണ് എന്നത് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തുറന്നു കാട്ടുക തന്നെ വേണം. അദ്ദേഹം അങ്ങനെ ഒരു തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ വിമർശിക്കുകയും വേണം. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഈ A. പത്മകുമാർ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടാതെ പോയതിൽ ഒരു അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം വിടുകയാണ്. അതിനുശേഷം ചാനലുകൾക്ക് അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കൊക്കെ അതിൻ്റെ പ്രതികരണം കൊടുക്കുകയുമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് തനിക്ക് പരിഗണന കിട്ടാതെ പോയതിനെ കുറിച്ചാണ്. അപ്പോൾ ആ പരിഗണിക്കപ്പെടാതെ പോകുന്ന ആളുകൾ, അത് പാർട്ടി ലൈനല്ല, പാർട്ടിയുടെ രീതിയുമല്ല ഇങ്ങനെ പരസ്യമായി വന്ന് പാർട്ടിക്കുള്ളിലെ കാര്യങ്ങൾ ചർച്ചയാക്കുന്നത്. പക്ഷേ A. പത്മകുമാർ വളരെ നീരസത്തിലാണ് എന്നതും പാർട്ടി കാണേണ്ട ഒരു കാര്യമാണ്. അവൻ 52 വർഷത്തെ ഒരു ചതിയെക്കുറിച്ചും വഞ്ചനയെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും തിളക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുമ്പോഴും ഇപ്പുറത്ത് A. പത്മകുമാർ ചർച്ച ചെയ്യപ്പെടും എന്നത് നമ്മൾ കാണാതെ പോകരുത്. ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും അദ്ദേഹം നമുക്ക് നൽകിയ അഭിമുഖം അവിടെ കിടപ്പുണ്ട്. ആ ബൈറ്റ് പിൻവലിക്കാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ അത് ആർക്കൈവ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ, അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. പുള്ളി പറയാത്തോളം കാലം. അതെ. അപ്പോൾ A. പത്മകുമാർ തന്നെ നടത്തിയ കാര്യങ്ങളാണ്. അപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന് പാർട്ടി പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ അത് പബ്ലിക് ഡൊമൈനിൽ, മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പബ്ലിക് സ്പേസിന്റെ ഭാഗമാണ്. അപ്പോൾ ആ പബ്ലിക് ഡൊമൈനിൽ ആ പ്രതികരണം അവിടെ കിടപ്പുണ്ട് താനും. ഈ 89 അംഗ സംസ്ഥാന കമ്മിറ്റിയും 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റും നിലവിൽ വരുമ്പോൾ അതിൽ പത്മകുമാർ അതൃപ്തി പരസ്യമാക്കി. പക്ഷേ അതിൽ കൂടുതൽ ചർച്ചയായത് P. ജയരാജന്റെ അസാന്നിധ്യമാണ്. PJ എന്തുകൊണ്ട് ഉൾപ്പെടുന്നില്ല? PJക്ക് ഈ പറയുന്ന കണ്ണൂർ സ്ക്വാഡിന്റെ പോലും ഭാഗമായി PJ എന്തുകൊണ്ട് വരുന്നില്ല എന്നതൊരു ചോദ്യമായി തന്നെ അവിടെ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആൾക്കൂട്ട പാർട്ടി, അതുപോലെ തന്നെ നേതാക്കളുടെ ഒരു ബാഹുല്യം എന്നൊക്കെ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ ഇവിടെ കപ്പാസിറ്റിയുള്ള ഒരു നേതാവിനെ, ആൾക്കൂട്ടത്തെ, അതായത് ക്രൗഡിനെ, ഒരു ക്രൗഡ് പുള്ളറാണ് P. ജയരാജൻ എന്നതിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നവർക്ക് പോലും എതിർപ്പുണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള PJയെ വെട്ടിമാറ്റുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ കണ്ണൂർ പൊളിറ്റിക്സിൽ തന്നെ ഏറ്റവും ശക്തമായി നിൽക്കാൻ സാധ്യതയുള്ള ഒരാളെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ഇനി PJക്ക് പാർട്ടിക്കുള്ളിൽ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത എന്ന് പറയുന്നത് കുറവായി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാം, അദ്ദേഹത്തിന് ജയിച്ച് അടുത്തത് തുടർഭരണമാണെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കാം, അതൊക്കെ സംഭവിക്കാം. പക്ഷേ പാർട്ടിക്കുള്ളിലെ ഒരു പൊസിഷനിങ് എന്ന് പറയുന്നത് CPI പോലെയുള്ള ഒരു സംഘടനയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ PJ ഇല്ല എന്നത് വ്യക്തിപരമായി എനിക്കും ദുഃഖമുണ്ടായ ഒരു കാര്യമാണ്. ഇനി ഈ മുഖ്യമന്ത്രി അടക്കം പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ തുടങ്ങി CN മോഹനൻ വരെ എത്തി നിൽക്കുന്ന ഈ 17 അംഗ പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ പറയുന്ന CPI-ന്റെ സെക്രട്ടേറിയറ്റിൽ ഒരു KK ശൈലജയേ ഉള്ളൂ. കഴിവുള്ള വനിതാ നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല, യുവ നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല. CPI-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നതിനുള്ള പ്രായപരിധിയും പ്രവർത്തന പരിചയവും അങ്ങനെയുള്ള പല പല മാനദണ്ഡങ്ങൾ വെച്ച് അതിൽ നിന്ന് ആകെ ഒരു വനിത മതി, 16+1 എന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് വനിതാ മതിലല്ല, ഈ ഒരു പട്ടികയിൽ കൂടി ഉണ്ടാകണമായിരുന്നു. ഏരിയ സെക്രട്ടറി മുതലുള്ള കാര്യങ്ങളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ദിവസം ചർച്ചയാവുക ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. അപ്പോൾ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പട്ടികയിൽ 17-1 എന്നതാണ് സാന്നിധ്യം. ഇനി നമ്മൾ ഈ 89-ൽ 17 പേർ കണ്ണൂർ സ്ക്വാഡാണ്. അതുപോലെ തന്നെ 17-5 കണ്ണൂർ സ്ക്വാഡാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല, കണ്ണൂർ സ്ക്വാഡിൻ്റെ കരുത്തും അതേപടി തന്നെ നിലനിൽക്കുന്നു. അല്ലെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് തീരുമാനിക്കും കേരളത്തിലെ CPI-ന്റെ കാര്യം എന്നതിലേക്കും എത്തുകയാണ്. പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, MV ജയരാജൻ, KK ശൈലജ, 5 പേർ. അതായത് താക്കോൽ സ്ഥാനത്ത് കണ്ണൂർ സഖാക്കളാണ്. അത് എക്കാലവും അങ്ങനെയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സംഘടനാ ശക്തി CPI-നുള്ളത് കണ്ണൂരിലാണ്. അങ്ങനെ പറഞ്ഞതിനെ നമുക്ക് കൃത്യമായി പറയാനും കഴിയും. പക്ഷേ മറ്റ് ജില്ലകളിലൊന്നും പാർട്ടിക്ക് എന്താ അത്രയും കരുത്ത് വേണ്ടേ? അങ്ങനെ കരുത്ത് കൂട്ടേണ്ടേ? എന്തുകൊണ്ട് മറ്റ് ജില്ലകളിലൊന്നും ഇതേപോലെ
കരുത്താർജിക്കാൻ CPM പോലൊരു പാർട്ടിക്ക്, അതും അധികാരത്തിൽ 2 വട്ടം തുടർച്ചയായി വന്നിട്ടും എന്തുകൊണ്ട് മറ്റ് ജില്ലകളിൽ ഇതുപോലെ കരുത്തുണ്ടാക്കി ആ ജില്ലകളിൽ നിന്നുള്ള കൂടുതൽ നേതാക്കളെ ഇതേപോലെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലേ എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് നിന്ന് നല്ല നേതാക്കളില്ലേ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 80ലേക്ക് കടക്കുന്ന 79 തികഞ്ഞ് 80ലേക്ക് കടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്നുള്ളത് പാർട്ടി ഉറപ്പിക്കുന്നു. അതേപോലെ സ്വിച്ചിട്ട പോലെ ഒരു കാര്യം നിന്നിരുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ ജില്ലാ സമ്മേളനം വരെ അതിങ്ങനെ കൃത്യമായി വന്നിരുന്നു. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിലേക്ക് വന്നപ്പോൾ ആർക്കും ഒരു പരാതിയില്ല. എന്തോ ഒരു സ്വിച്ച് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്വിച്ച് ഇട്ടതുപോലെ ആ വിമർശനങ്ങളെല്ലാം നിൽക്കുകയാണ്. ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ പോലീസും ഒക്കെ പെട്ടെന്ന് ഈ സംസ്ഥാന സമ്മേളനം ആയപ്പോഴേക്കും എല്ലാം ശരിയായതാണോ അതോ എല്ലാം ശരിയാക്കിയതാണോ എന്ന കാര്യവും പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വസ്തുതയാണ്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വിമർശനമില്ല, അതേസമയം അദ്ദേഹത്തെ പാടി പുകഴ്ത്തുന്നുണ്ട്, കയ്യടിയുണ്ട്. മന്ത്രിമാർക്കും എന്തിനാ പാർട്ടി സെക്രട്ടറിക്ക് നേരെ വരെ ഉണ്ടായ മെൻഷനിങ്, ആ ഒരു മെൻഷനിങ് പോലും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ഉണ്ടാകാതെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം: മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി ആരും വിമർശിക്കാൻ പോകുന്നില്ല. അങ്ങനെ വിമർശിക്കുന്നവർ പതിയെ പതിയെ ഇങ്ങനെ അങ്ങ് മാറിപ്പോകും എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ PJക്ക് സംഭവിച്ചതിൽ നിന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി പാർട്ടി ഏറ്റെടുക്കേണ്ട ദൗത്യങ്ങളെക്കുറിച്ച് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ എത്രത്തോളം നടന്നു എന്നുള്ളത്, ഒരു പാർട്ടിയുടെ ആഭ്യന്തരമായിട്ടുള്ള ഘടനയിൽ വരുത്തേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ പാർട്ടിയുടെ ആഭ്യന്തര സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ കാര്യങ്ങൾ, അതൊക്കെയാണ് കാലാകാലങ്ങളായി സംസ്ഥാന സമ്മേളനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ 2022 വരെ ചർച്ച ചെയ്തതായി കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരു വികസന നയരേഖയിലേക്ക്, വികസന കാഴ്ചപ്പാടിലേക്ക്, അല്ലെങ്കിൽ പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള ഒരു നയരേഖയിലേക്ക് മാറ്റിപ്പിടിക്കുകയാണ് CPM. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഒരു നയം മാറ്റത്തിലേക്ക് പോകുന്നു. അതായത് എന്താണ് അടുത്തതായി ചെയ്യേണ്ടത്, അതേക്കുറിച്ചുള്ള ആലോചനകൾ, തുടർ ഭരണത്തിലേക്ക് എത്തേണ്ടതിൻ്റെ സാഹചര്യം, ആ സാഹചര്യം നിൽക്കുമ്പോൾ, ആ സാഹചര്യം ഏറ്റവും അനുകൂലമായി നിൽക്കുമ്പോൾ അതിനെ എങ്ങനെ ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയുള്ള വിമർശനങ്ങൾ തുടരുകയാണെങ്കിൽ, അതായത് ഈ ജില്ലാ സമ്മേളനം പോലെ സംസ്ഥാന സമ്മേളനത്തിലും അതുതന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ പാർട്ടിക്കുള്ള സാധ്യതയാണ് അത് ഇല്ലാതാക്കുക. അതുകൊണ്ട് ആ പാർട്ടി എടുത്ത ഒരു തീരുമാനമായി വേണം, ഈ വിമർശനങ്ങളല്ല കയ്യടികളാണ് വേണ്ടത്. ക്യാപ്റ്റൻ ഇസ് ദ ബെസ്റ്റ് എന്നെല്ലാവരും പറയുന്നതാണ് പാർട്ടിക്ക് നല്ലത്. കാരണം ത്രിപുരയിലും ബംഗാളിലും ഒക്കെ ഭരണം കയ്യിൽ നിന്ന് പോയത് കണ്ടതാണ്. അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും അതിന് കാരണമായിട്ടുമുണ്ട്. അപ്പോൾ അവിടേക്ക് കടന്നു കയറാൻ, പ്രത്യേകിച്ചും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിമർശിക്കുന്നത് പോലെ തന്നെ സംഘപരിവാറിൻ്റെയും RSSൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും ഒക്കെ സ്വാധീനം കേരളത്തിൽ കൂടി വരുമ്പോൾ അതിന് തടയിടുന്നതിനായി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, പാർട്ടി ഏറ്റെടുക്കേണ്ട 35 ദൗത്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോയവരെ തിരിച്ചെത്തിക്കാൻ അടക്കം പല കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ചളിവാരി എറിയൽ നിർത്തേണ്ടതുണ്ട് എന്ന് പാർട്ടി തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ്, അല്ലാതെ ആഭ്യന്തര വകുപ്പ് പൊടുന്നനെ മെച്ചപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയതുകൊണ്ടല്ല ആ വിമർശനങ്ങൾ അവസാനിപ്പിച്ചത് എന്നതുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും PK ശ്രീമതി സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നതിൽ നിന്ന് ഒഴിവായപ്പോൾ KK ശൈലജയെ ഉൾപ്പെടുത്തുന്നു. പക്ഷേ ഒരു വനിത കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ പട്ടികയ്ക്ക് കുറച്ചുകൂടെ മിഴിവുണ്ടായേനെ എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഈ കയ്യടികൾ കണ്ട് അതിൽ അഭിരമിക്കാതെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ വികസന മോഡൽ മുന്നോട്ട് വെച്ച് ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു പ്രവർത്തന ശൈലിയിലേക്ക് അടുത്ത ഒരു വർഷം കൃത്യമായി പോകാൻ പാർട്ടിക്കും സർക്കാരിനും കഴിയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന 3ാം ഊഴം അല്ലെങ്കിൽ തുടർ ഭരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും പ്രതിപക്ഷം സമരങ്ങൾ ഏറ്റെടുക്കുന്നു, ഇപ്പോൾ ആഴക്കടൽ സമരമടക്കം അവർ നടത്തുന്നുണ്ട്, എങ്കിൽ പോലും സമരങ്ങളുടെ ഒരു തുടർച്ച, അങ്ങനെ പല കാര്യങ്ങളിലും ചില മിസ്സിംഗ് എലമെന്റ്സ് ഉണ്ട്. അത് ക്ലിയർ ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയാത്തത്, അല്ലെങ്കിൽ പ്രതിപക്ഷം അവിടേക്ക് വീക്കൻ ആവുന്നതും ഇപ്പുറത്ത് LDFന് കൂടുതൽ കരുത്ത് കൂട്ടുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് LDFനെ സംബന്ധിച്ചോളം ഉണ്ട്. അതുകൊണ്ട് പിണറായി വിജയനെ വിമർശിക്കാതെ പിണറായി വിജയൻ എന്ന ക്യാപ്റ്റനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ളൊരു പോക്കാണ് അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത്. പാർട്ടി പിണറായിയുടെ വഴിയിൽ തന്നെയാണ്. Meet the editors.